ശരി, സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിത പുരോഗമിക്കുകയാണ്. പലയിടത്തും തൊഴിലാളികൾ വാഹനങ്ങൾ തടയുന്നുണ്ട്. കേന്ദ്രത്തിന്റെ പുതിയ തൊഴിൽ കോഡുകൾ തൊഴിലാളി വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ദേശീയ പണിമുടക്ക് നടത്തുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ, അമേരിക്ക വ്യാപാര കരാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പണിമുടക്കിന്റെ ഭാഗമായി ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അഖിലേന്ത്യാ പണിമുടക്ക് എന്ന ബാനർ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ. സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പ്രകടനമാണ് നടക്കുന്നത്. AITUC, CITUവിന്റെ കൊടിതോരണങ്ങളും നമുക്കതിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ വിവിധ ആവശ്യങ്ങൾ ആ ബാനറിൽ ഉന്നയിക്കുന്നുണ്ട്. ഒന്ന്, വൈദ്യുതി ഭേദഗതി ബില്ല്, തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ, അതുപോലെ തന്നെ VBG രാംജി ബില്ല്, ശാന്തി ബിൽ ഉൾപ്പെടെയുള്ളവയൊക്കെ പിൻവലിക്കണം എന്നതാണ് ആവശ്യപ്പെടുന്നത്. സിജോ വർഗീസ് വിവരങ്ങൾ നൽകാനായി ചേരും. സിജോ, എവിടെയാണ് പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടക്കുന്നത്? പലയിടങ്ങളിലും വാഹനങ്ങൾ തടയുകയും കടകൾ അടപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടോ? ദിവ്യ, കൊച്ചിയിൽ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ മാർച്ച് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. മറൈൻ ഡ്രൈവിൽ നിന്ന് കൊച്ചിയിലെ BSNL ഓഫീസിന് മുന്നിലേക്കാണ് ഈ മാർച്ച് നടത്തുന്നത്. CITU ദേശീയ ജനറൽ സെക്രട്ടറി എളമരം കരീം ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ ഈ മാർച്ചിൻ്റെ മുൻനിരയിൽ തന്നെ ഉണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, ഒപ്പം തന്നെ ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക, വൈദ്യുതി നിയമ ഭേദഗതി പിൻവലിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. BMS ഒഴികെയുള്ള 10 ട്രേഡ് യൂണിയനുകളാണ് പ്രധാനമായും ഈ മാർച്ച് പണിമുടക്കിൽ പങ്കെടുക്കുകയും ചെയ്തത്. കോൺഗ്രസ്, CPM, CPI ഉൾപ്പെടെയുള്ള കക്ഷികൾ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വിവിധ ട്രേഡ് യൂണിയനുകൾ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ മാർച്ച് ഇവിടെ നടത്തുകയാണ്. നിലവിൽ കാര്യമായി മറ്റ് ചില അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. സാധാരണ രീതിയിൽ ജനജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും സ്വകാര്യ വാഹനങ്ങളെല്ലാം തന്നെ നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, സർവീസ് നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ മെട്രോ, വാട്ടർ മെട്രോ, കൊച്ചി മെട്രോ ഉൾപ്പെടെയുള്ളവർ സർവീസ് നടത്തുന്നുണ്ട്. പക്ഷേ അങ്കമാലിയിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം. KSRTC ബസ് അങ്കമാലിയിൽ തടഞ്ഞിട്ടുണ്ട്. അങ്കമാലിയിൽ ട്രേഡ് യൂണിയൻ പ്രകടനം നടക്കുന്നതിൻ്റെ കടന്നു വന്ന KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് ഈ പ്രവർത്തകർ തടഞ്ഞത്. ഈ യാത്ര തുടരാൻ അനുവദിക്കാതെ ബസ് തിരികെ സ്റ്റാൻഡിലേക്ക് എടുപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. എന്തായാലും മറ്റ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ സ്വകാര്യ വാഹനങ്ങൾ തടയില്ല എന്നുള്ളത് ഈ പ്രതിഷേധക്കാർ, വിവിധ യൂണിയനുകൾ അറിയിച്ചിട്ടുണ്ട്. വിവിധ ആസനങ്ങളിൽ, ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മാർച്ച് നടക്കുന്നുണ്ട്. എന്തായാലും അത്തരത്തിൽ ഓരോ ഇടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. സ്വാഭാവികമായും ജനജീവിതത്തെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം പല ഇടങ്ങളിലേക്കും പോകേണ്ട ആളുകളുണ്ട്. പ്രത്യേകിച്ച് എറണാകുളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, മധ്യകേരളത്തിൽ പലയിടങ്ങളിലും കാർഷിക ടൂറിസം മേഖലകളെ ആശ്രയിച്ച് കഴിയുന്ന ആളുകളാണ്. വിനോദസഞ്ചാരികളടക്കമുള്ളവർ ഇവിടെ വന്ന് പോകുന്നുണ്ട്. ചിലർ പാക്കേജ് അത് അവസാനിച്ച് തിരികെ മടങ്ങേണ്ട ആളുകളാണ്. ചിലർ എത്തേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ അവരുടെ ഇടങ്ങളിൽ അവരുടെ ആളുകളെല്ലാം തന്നെ പലയിടങ്ങളിലും കുടുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. യാത്രക്കാർ മുൻകൂട്ടി അറിഞ്ഞിട്ടുള്ളതിനാൽ പലരും തന്നെ യാത്രകളെല്ലാം തന്നെ ഒഴിവാക്കിയിട്ടുമുണ്ട്. പക്ഷേ കൊച്ചിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം, വാട്ടർ മെട്രോ അതുപോലെ തന്നെ മെട്രോ സർവീസുകൾ നടത്തുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ പ്രാദേശികമായി വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം അവർ വന്നു പോകേണ്ട ഇടങ്ങൾ, അവർ അവശ്യ കാര്യങ്ങളെല്ലാം തന്നെ നടക്കാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഒപ്പം തന്നെ പരീക്ഷകൾ, മുൻകൂട്ടിയുള്ള പരീക്ഷകൾ കാര്യങ്ങളെല്ലാം തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. KSRTC ബസ്, അതുപോലെ തന്നെ സ്വകാര്യ ബസ്സുകൾ, ഓട്ടോ ടാക്സി, അവയെല്ലാം തന്നെ അവരുടെ യൂണിയനുകൾ ഈ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു നേരിട്ട് ഒരു സർവീസ് നടത്തുന്നതിലെ കാര്യങ്ങളിലേക്കൊന്നും അവർ മുതിരാൻ സാധ്യതയില്ല. BMS ഒഴികെയുള്ള മറ്റെല്ലാ യൂണിയനുകളും ഇത്തരത്തിൽ പണിമുടക്കിന് പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. ഇപ്പോൾ ഈ മാർച്ച് കൊച്ചിയിൽ നടക്കുന്നതിനിടയിൽ കൂടിയും നമുക്ക് കാണാൻ സാധിക്കും സ്വകാര്യ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്, ഇരുചക്ര വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. പക്ഷേ യാതൊരു വിധത്തിലുള്ള പ്രകോപനമോ പ്രതിഷേധമോ മറ്റ് വാഹനങ്ങൾ തടയുന്ന കാര്യങ്ങളൊന്നും തന്നെ കൊച്ചിയിൽ ഉണ്ടായിട്ടില്ല. ഏറ്റവും പ്രധാനമായിട്ടും ഉള്ളത് അങ്കമാലിയിൽ ഈ ട്രേഡ് യൂണിയൻ ഈ പ്രകടനം നടക്കുന്നതിനിടയിൽ ഈ KSRTC ബസ് സർവീസ് നടത്തി അതുവഴി വന്ന KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് പ്രവർത്തകർ തടഞ്ഞത്. ബസ് തിരികെ പിന്നെ ബസ് സ്റ്റാൻഡിലേക്ക് എടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വൈദ്യുതി ഭേദഗതി ബില്ല്
അതുപോലെ തന്നെ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ, പിന്നെ അതുപോലെ തന്നെ ഇൻഷുറൻസ് ബില്ല്, ദേശീയ വിദ്യാഭ്യാസ നയം തുടങ്ങി ഈ വിവിധ കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ, കർഷകദ്രോഹ നയങ്ങൾ ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ സംയുക്ത ട്രേഡ് യൂണിയൻ സമരത്തിൽ ഇപ്പോൾ ഈ പണിമുടക്ക്, അഖിലേന്ത്യാ പണിമുടക്കാണ്. കൊച്ചിയിലാണ് സംയുക്ത ട്രേഡ് യൂണിയൻ മാർച്ച്. അവിടെ മറൈൻ ഡ്രൈവിൽ നിന്ന് ബോട്ടുജെട്ടിയിൽ BSNL ഓഫീസിലേക്കാണ് ട്രേഡ് യൂണിയൻ